എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർ അബ്സോർബന്റ് പോപ്പീസ് ഡയപ്പേഴ്സ്. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടിയൊരു നാട്. വഴിക്കടവ് ആനമറയിൽ വീട്ടുമുറ്റത്തെത്തിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കായ്ഫലമുള്ള തെങ്ങുകൾ ഉൾപ്പെടെ പിഴുതെറിഞ്ഞു. വഴിക്കടവ് ആനമറയിൽ തുടർച്ചയായി കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ്. രാത്രിയാണ് കാട്ടാനകൾ പതിവ് തെറ്റിക്കാതെ കൃഷിയിടത്തിലേക്ക് എത്തുന്നത്. ഈന്തൻകുഴിയൻ മുഹമ്മദ് അലി, ഈന്തൻകുഴിയൻ യൂസഫ് എന്നിവരുടെ തെങ്ങുകളാണ് വ്യാപകമായി നശിപ്പിച്ചത്. പ്രദേശത്ത് 3 മാസത്തിനിടെ കാട്ടാന നശിപ്പിച്ചത് 70ഓളം കായ്ഫലമുള്ള തെങ്ങുകളാണ്. ഇതിനു പുറമെ വാഴ, കമുക് കൃഷികളും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചിട്ടുണ്ട്. തുടർച്ചയായി രാത്രിയും പുലർച്ചെയുമാണ് കാട്ടാന ഒറ്റയ്ക്കും കൂട്ടമായും ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. നെല്ലിക്കുത്ത് വനാതിർത്തി പ്രദേശമായ ഇവിടെ കാട്ടാന ശല്യം മൂലം നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. വീട്ടുമുറ്റത്തിറങ്ങുന്ന കാട്ടാനക്കൂട്ടം ബഹളം വെച്ചാലും പടക്കം പൊട്ടിച്ചാലും കാട് കയറാൻ കൂട്ടാക്കുന്നില്ല. പുലർച്ചെയാണ് കാട്ടാനകൾ കാട് കയറുന്നത്. വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടുന്ന 12 മേഖലകളിൽ ഒന്ന് നിലമ്പൂറാണെന്ന് കണ്ടെത്തിയിട്ടും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടാവാത്തതാണ് പ്രശ്നം രൂക്ഷമാകാൻ കാരണം. കഴിഞ്ഞ ദിവസം കരുളായി ഭാഗത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ച കാട്ടാനകളെ പുലർച്ചെയാണ് നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് കാട് കയറ്റിയത്. ചാലിയാർ പഞ്ചായത്തിലെ അളക്കൽ വിജയപുരം ഭാഗത്ത് കഴിഞ്ഞ 1 വർഷത്തിലേറെയായി കടുവ, പുലി ഭീഷണി നിലനിൽക്കുകയാണ്. വളർത്തുനായ്ക്കൾ, ആടുകൾ എന്നിവയെ പിടിച്ചു കൊണ്ടുപോകുന്നതും കൊല്ലുന്നതും പതിവായിട്ടും വനം വകുപ്പ് ഒരു നടപടിയും എടുക്കുന്നില്ല. നിലമ്പൂർ മേഖലയിൽ വന്യമൃഗങ്ങൾ വിളയാടുമ്പോൾ റബ്ബർ ബുള്ളറ്റും തോക്കും കുറുവടിയും പടക്കവുമായി വനപാലകരും നെട്ടോട്ടത്തിലാണ്. കാട്ടാന തിരിഞ്ഞു നിന്നാൽ ഓടി രക്ഷപ്പെടുക മാത്രമാണ് വനപാലകർക്ക് മുന്നിലുള്ള ഏക വഴി. എ+ വിഷൻ, നിലമ്പൂർ. Super absorbent poppy's diapers.